കാത്തിരുന്ന് നമ്മുടെ കാറ്ററ്റിന്റെ റെക്ടിഫൈഡ് കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറ്ററ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്? കാറ്ററ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഓപ്പൺ ചെയ്ത് വരിക. പിന്നെ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയതിനനുസരിച്ച് സ്പീഡിൽ വരുമ്പോൾ ചിലപ്പോൾ സ്പീഡിൽ വരും. അതൊക്കെ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇനി എന്ത് ചെയ്യുക? താഴത്തോട്ട് എടുക്കാം. താഴത്തോട്ടേക്ക് കൊണ്ടുവരിക. അത് റെക്ടിഫൈഡ് കീ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് അതിൽ കാറ്റഗറി 2 ആണെങ്കിൽ കാറ്റഗറി 2 നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട് അല്ലെ. ചില ക്വസ്റ്റ്യൻസ് എന്തായിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കോഡ് സബ്ജക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ അതിന്റെ കോഡും തന്നിട്ടുണ്ട്. അതുപോലെ ആൻസർ പബ്ലിഷ്ഡ് ഇൻ എ പ്രൊവിഷണൽ ആൻസർ കീ കറക്റ്റ് ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കറക്റ്റ് ആൻസറും ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് തന്നിട്ടുള്ളത് 117 ആണ്. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എയിലത്തെ കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ബിയിലാവുമ്പോൾ 112 അങ്ങനെ നോക്കൂ കേട്ടോ. സിയിലാണെങ്കിൽ 119 ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. ഡിയിലായിരുന്നു 103 ആയിരുന്നു. അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യുക. അതുപോലെ മലയാളത്തിൽ തന്നെ മലയാളം പാർട്ട് 2 എ ക്വസ്റ്റ്യനില് എയിലെ കോഡില് 107 ക്വസ്റ്റ്യൻ റോങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇംഗ്ലീഷിൽ ചേഞ്ച് ആവുക ചെയ്തേക്കണേ. സി എന്തായി മാറി? സി അല്ല ആൻസർ, ബി ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. റിസൾട്ട് അല്ല, റിസൾട്ട് മാത്രം ഓർമ്മയില്ല അല്ലെ. അടുത്തത് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വരും കേട്ടോ. വെയിറ്റ് ചെയ്യണേ. നെറ്റ് നല്ല സ്പീഡായതുകൊണ്ട് നമുക്ക് വേഗം വരും. അപ്പോൾ ഒരു മിനിറ്റ്. എന്തൊക്കെയാണ് മാറ്റം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ കോഡുകളുണ്ട്. 4 കോഡുകളുണ്ട്. ആ 4 കോഡുകളിലും കറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. ഏതൊക്കെയാണ് മാറ്റി എന്നുള്ളത്. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. ആൻസർ ഫൈനലൈസ്ഡ് ആസ് ഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഓപ്ഷൻ സി എന്നുള്ളത് ഡി ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിചാരിക്കുക. മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഏതൊക്കെയാണ് മാറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാട്ടാ. പിന്നെ എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ട് നല്ല മാർക്കോടെ പാസ്സാവുക എന്നുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കാം.